ഞങ്ങൾ പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ട്. മൈ ഹൗസ്, മൈ ആൻറ്റീസ് ഹൗസ്. ഞങ്ങൾ വാടകയ്ക്കാണ് വീടെടുത്തത്. ആരും വരാറൊന്നും ഇല്ല. ഈ വഴിക്കൊന്നും ഇവിടെ വേറെ വീടൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ ലൈറ്റ് ഇടേ. എന്ത് നല്ല രസമല്ലേ, നല്ല വീടല്ലേ. എത്ര റൂമുണ്ട്? നീ ഫോണും കയ്യിലെടുത്തായിരുന്നല്ലോ. പുറത്തുനിന്ന് സൗണ്ട് അടി, അതുപോലെ പട്ടിക്കൊണ്ട് വയ്ക്കും. അപ്പൊ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ ക്ഷീണിച്ചു. ഒരാൾ വിളിക്കുന്നുണ്ട്. നമ്മള് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ യൂട്യൂബേഴ്സാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഒരു ലൈക്ക് സബ്സ്ക്രൈബും കൊടുക്കണേ. പാടി നമുക്ക് ഉറങ്ങാം. ശരിക്കും ക്ഷീണിച്ചല്ലേടി? അതേടി കോപ്പി കിടക്കാം. പട്ടിയൊന്നും ഉണ്ടായിരുന്നു. രാവിലെ ആയല്ലോടി. നിന്റെ ഫോൺ എന്തേ? നല്ല രാവിലെ ഗൈസ്, നമുക്ക് പോയി ബ്രഷ് ചെയ്യാം. വീട്ടിൽ ഇന്ന് രാത്രി വന്നതാണ്. രണ്ടാമത്തെ ദിവസമാണ് ഗൈസ് നമ്മുടെ. ഇതാണ് ഗൈസ്. നമ്മുടെ സ്വാമിജി വന്നിട്ടുണ്ട്. പ്രേതത്തിനെ ഓടിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നീ ഇങ്ങോട്ട് വരൂ. പേടി വന്നു ഗായ്സ്. ഞാൻ അപ്പുറത്ത് തന്നെ ഇരിക്കാൻ പോകും. സ്വാമിജി മുമ്പിൽ വന്നിരിക്കൂ. എവിടെ ഇരിക്കും? സ്വാമിജി ഇവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. നടന്നൂടാ. സ്വാമിജി പ്രേതത്തിന്റെ ശല്യം അറിഞ്ഞിട്ട് ഇപ്പൊ നല്ല സമാധാനമല്ലേ. ഓ, എന്നാലും സ്വാമിജി വന്നപ്പോ എനിക്ക് വരാൻ പറ്റിയില്ലടി. നീ ഒറ്റക്കിട്ട പോലെ എനിക്ക് തോന്നിടി. അല്ലെങ്കിൽ സ്വാമിജി ആ പ്രേതത്തിനെ ഓടിക്കുന്ന എനിക്ക് കാണുന്നു. നല്ല രസമായിരുന്നു. നല്ല പേടിപ്പെടുത്തുന്നു. അയ്യോ, എനിക്ക് നന്നായി പേടിച്ചു. സത്യടി, നമ്മളിരിക്കില്ലേ ഇന്നിവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. കുറച്ചു നേരം മുമ്പ് വരെ രാവിലെ പെട്ടെന്ന് രാത്രി കഴിച്ചിട്ട് എന്താന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് കിടന്ന് ഉറങ്ങാൻ അറിയാൻ പാടില്ല. ഇത് കൊണ്ടുണ്ടാക്കി ആരും വീട്ടിലേക്ക് വരാത്തത്. വലിയ കഷ്ടമാണ് ഗൈസ്.
എടി ആരടി ഇവിടെ ഉറങ്ങാൻ മര്യാദക്ക്. അപ്പൊ ഗൈസ് നമ്മള് ഗുഡ് നൈറ്റ് ഉറങ്ങാം. നീ ഓഫ് ആക്കിക്കേ. എന്താന്ന് അറിയില്ല ഗൈസ് പെട്ടെന്ന്. ഹലോ ഗൈസ്, ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ എന്തുവാന്ന് അറിയില്ല. നമുക്ക് പുറത്തു പോയി നോക്കാം. നമുക്ക് ഫോണുണ്ട്, മന്ത്രവാദിനെ ആര് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഞങ്ങൾ മന്ത്രവാദിനെ വിളിക്കാൻ പോവാണ്. അപ്പം നമ്മൾ വിളിച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, അവൾ മന്ത്രവാദിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയാണ്. ഞാനിവിടെ ഒറ്റക്കാണ്. അവൾ വരും ഇപ്പം. അപ്പം അവൾ വരും ഇപ്പം. നമുക്ക് ഈ റൂമിൽ ഇരിക്കാം. ഗായ്സ് എനിക്ക് പേടിയാവും. ഗായ്സ് ഹലോ ഗായ്സ്, അവൾ മന്ത്രവാദിനെ വിളിക്കാൻ പോയിട്ട് കുറച്ച് നേരമായി. രാത്രി പേടിച്ചിട്ട് ഞങ്ങൾ വിളിക്കാൻ പോയതാ. ഇവിടെ റിയലി എന്തെങ്കിലും ഉണ്ടോ? സച്ചിൻ, നമുക്ക് അകത്തോട്ട് ചെല്ലാം ഗായ്സ്. ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. അവളാണെങ്കിൽ മന്ത്രവാദിനെ വിളിക്കാൻ പോയി. എനിക്ക് നല്ല പേടിയായിട്ട് അയ്യേ ഗായ്സ്. ഇരുട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അവൾ മന്ത്രവാദിനെ വിളിക്കുന്ന വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. മന്ത്രവാദിനെ വിളിച്ചിട്ട് വരട്ടെ അവൾ.